ഹലോ, സുബിയാണേ. അപ്പോൾ ദേ ഞാൻ നിൽക്കുന്ന പാക്കിയിലാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തോടനുബന്ധിച്ച് പാക്കിയിൽ സംക്രമ വാണിഭം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദേ ഞാൻ ഈ വർഷം അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഇതാണ് കേട്ടോ അവിടുത്തെ ആദ്യത്തെ സ്റ്റോൾ എന്ന് പറയുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. മൺചട്ടികളും മൺകലങ്ങളും അതുപോലെ തന്നെ ഇങ്ങനത്തെ പലതരത്തിലും പല ഷേപ്പിലുമുള്ള ഭരണികളും കപ്പുകളും ചിരട്ടത്തവിയൊക്കെ. ഞാൻ ദേ ചിരട്ടത്തവിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും. പിന്നെ തഴപ്പാകള്, പുൽപ്പാകള്, അങ്ങനത്തെ അടുപ്പുകള്, ദേ കൊട്ടകള്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ദേ ഇവിടെ വന്നിട്ടുണ്ട്. പഴമയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇരുമ്പിന്റെ തന്നെ വലിയൊരു സ്റ്റോളുണ്ട്. പലതരത്തിലുള്ള കത്തികള്, വെട്ടരിവ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ചട്ടികളുണ്ട്, ചീനച്ചട്ടികളുണ്ട്. പിന്നെ അങ്ങനെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട സകലമാന സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. അതും വലിയ വലിയ റേറ്റ് ഒന്നും കൊടുക്കാതെ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു മാസം ഫുൾ ഇവിടെയുണ്ട്. കർക്കിടക മാസം ഫുൾ ഇവിടെ ഈ പ്രോഗ്രാമുണ്ട്. പിന്നെ ദേ മുറ്റം തൂക്കുന്ന ഈർക്കിലി ചൂലുകൾ, അതുപോലെ തന്നെ കറിച്ചട്ടികൾ, പല വലുപ്പത്തിലുള്ള കറിച്ചട്ടികൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം കേട്ടോ. പിന്നെ അമ്മിക്കല്ലുണ്ട്, അതുപോലെ തന്നെ കറുത്ത കളറിലെ ചട്ടികളും ചുമന്ന കളറിലെ ചട്ടികളും ഉണ്ട്. പിന്നെ ഇടികല്ലുകളുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുട്ടി കുട്ടി നമ്മൾ കറിക്കൊക്കെ അരിയുന്ന മുറങ്ങൾ. പിന്നെ അതിൻ്റെ പുറകിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് സ്റ്റീൽ പാത്രങ്ങളുടെയും കുപ്പി ഗ്ലാസുകളുടെയും ഒരു ശേഖരമാണ് കേട്ടോ. ഒരു മൈതാനം ഫുൾ ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റോളുകൾ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും നോക്കി വാങ്ങാവുന്ന ഒരു രസമാണ്. ഇനി ഒന്നും വാങ്ങിയില്ലേ പോലും ജസ്റ്റ് കാണാൻ വരാൻ വേണ്ടിയിട്ട് പോലും നല്ല ഭംഗിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കളിപ്പാട്ട കടകളും ചിന്തിക്കടകളും പിന്നെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മൽ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ കാണാനായിട്ട്. എല്ലാം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഈ ഒരു സ്റ്റോള് ചെരുപ്പുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നല്ല സാധനമാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ലാസ്റ്റ് ചെയ്യുന്ന മോഡൽ സാധനങ്ങളൊക്കെയാണ്. അതിന് ശേഷം ദേ ഇങ്ങോട്ട് വരുമ്പോഴത്തെ അലുമിനിയം സ്റ്റീലും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. അവിടെയും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ രാമായണം വെച്ച് വായിക്കാൻ പറ്റുന്ന കട്ടിംഗ് ബോർഡ്, പിന്നെ പീഠങ്ങൾ, പല ഷേപ്പിലും പല രീതിയിലുള്ള പീഠങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചുക്കും കരിപ്പട്ടിയൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു സ്റ്റോളുണ്ട് അവിടെ. അതിനുശേഷം നമ്മൾ പോകുമ്പോഴത്തേനും ദേ ഇങ്ങനെ ഒരു പിന്നെ ഗാർഡനിങ്ങും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളുടെ വലിയൊരു കടയാണ് കേട്ടോ. ഇങ്ങനെ മുറം, പിന്നെ ബക്കറ്റുകൾ, കപ്പുകൾ, കൊട്ടകൾ, അങ്ങനത്തെ വലിയൊരു ഇത് തന്നെ കേട്ടോ. പലതരത്തിലുള്ള കിച്ചണിലൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ കടയിലുള്ള. നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇവിടെ. പിന്നെ ദേ ഈ കട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഒരുപാട് സൈസിലുള്ള നല്ല നല്ല പാത്രങ്ങളും ഗ്ലാസ്സുകളും ഭരണികളും കപ്പുകളും അങ്ങനെയൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതുകൊണ്ട് ഫുൾ നല്ല ഭംഗിയാണ്. അപ്പം വരാൻ പറ്റുന്നവരൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കുക. ഈ ഒരു മാസം ഫുൾ ഇവിടെയുണ്ട്. എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവത്തില്ല. പിന്നെ അതേ ഇഷ്ടം പോലെ പലഹാരങ്ങളും വിൽക്കുന്ന ഒരു കടയുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. സീ യു.